ഓം ശാന്തി. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. എങ്ങനെയാണോ ഇരുമ്പിന് പല രീതിയിലുള്ളതായിട്ടുള്ള ചൂടിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ളതായ ടെമ്പറേച്ചറിൽ സാധനങ്ങൾ മിക്സ് ചെയ്തൊക്കെ നമ്മൾ പല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഈ ശരീരത്തിനെയും ഏത് രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നോ വാർത്തെടുക്കുന്നോ ആ രീതിയിൽ അത് പ്രതികരിക്കും. ഇതിന് ഞാൻ പലപ്പോഴും രാജസ്ഥാനിൽ പോകുമ്പോൾ ഒരു ദൃശ്യം കാണാറുണ്ട്. അവിടുത്തെ ചെറിയ മക്കൾ, ഇത്ര പൊടി പോകുന്ന പൊടി മക്കൾ, 4-5 വയസ്സായിട്ടുള്ള മക്കൾ കത്തി ജ്വലിക്കുന്നതായിരിക്കുന്ന ചൂടിൽ, അവിടുത്തെ ചൂടിലൊരു പക്ഷെ 45-42 ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും. ആ ചൂടിൽ നമുക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ മുഖം ബേണാവും, കൈ ബേണാവും, ചിലപ്പോൾ കാല് ബേണാവും, മേലൊക്കെ ഇങ്ങനെ ചുട്ടുപൊള്ളി തൊലി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അവിടുത്തെ കുട്ടികൾ ആ ചൂടിൽ ചിലപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രൗസർ ഇട്ടിട്ടുണ്ടായിരിക്കും. അവിടെ മണലിൽ അല്ലെങ്കിൽ വെറും മണ്ണിൽ പാറയുടെ മുകളിലൊക്കെ ഈ കുട്ടികൾ കിടന്നും ഇരുന്നൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. എന്തുകൊണ്ടാണ്? അവരും ഉണ്ടാക്കിയിരുന്ന മനുഷ്യ ശരീരം തന്നെയല്ലേ, പഞ്ചതത്വങ്ങൾ കൊണ്ട് തന്നെയല്ലേ. ആ ശരീരം ഉണ്ടാക്കിയതായിട്ടുള്ള പഞ്ചതത്വങ്ങളെ അവർ വികസിപ്പിക്കുന്ന ആ രീതിയിലാണ്. അതുകൊണ്ട് എന്തിനും പോകുന്ന ക്ഷമതയുള്ളതാക്കി വേണമെങ്കിലും മാറ്റാം. അല്ലെങ്കിൽ ഏറ്റവും ലോലമാക്കിയിട്ട് എല്ലാ കെയറിങ് കൊടുത്ത് AC റൂമിൽ അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന കുട്ടികൾ ഒരു 10 അടി നടക്കുമ്പോഴത്തേക്കും തളർന്ന് ക്ഷീണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മനുഷ്യന്മാർ വലിയവരും കുട്ടികൾ മാത്രമൊന്നുമല്ല, വലിയവരാണെങ്കിലും നന്നായിട്ട് വെയിലത്ത് കളയ്ക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് എത്ര ശാരീരിക അധ്വാനം ചെയ്താലും അവർ ഭയങ്കര സ്ട്രോങ് ബോഡി ആയിരിക്കും. ചിലർ അങ്ങനെയുള്ളതായിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ ബോഡിനെ സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഏത് മൂശയിൽ ഒഴിക്കുന്നോ ഏത് അച്ചിലൊഴിക്കുന്നോ അതുപോലുള്ള സാധനം എന്ന് പറഞ്ഞ പോലെ ഏത് രീതിയിൽ ഈ ശരീരത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ ഈ പ്രകൃതി നമ്മളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ചെറിയ ഉദാഹരണം, ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഭോജരാജാവും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ രാജാവ് യാത്ര പോകുന്നതിനിടയ്ക്ക് കാണുകയാണ് ഇതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞതായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരു വിരിപ്പും വിരിച്ചിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഭോജരാജാവിന് അത്ഭുതമായി. തൻ്റെ മന്ത്രിയോട് പറയുകയാണ്, നമ്മുടെ കിടക്കയിലുള്ളൊരു സാധനം വീണാൽ പോലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, എന്നിട്ട് ഇയാൾ ഇങ്ങനൊരു മരത്തണലിൽ ഇത്രയ്ക്ക് മാത്രം ചൂടുള്ള സ്ഥലത്ത് ഇങ്ങനൊരു കല്ലിലും മണ്ണിലും കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, എങ്ങനെ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി പറയും, എങ്ങനെ ഈ പ്രകൃതിയെ ശീലിപ്പിച്ചോ അത് അതുപോലെ ചെയ്തോളും രാജാവേ എന്ന് പറയും. അപ്പോൾ രാജാവിന് ആ ഉത്തരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയും, എന്നാൽ ഇത് അങ്ങ് തെളിയിച്ച് തന്നെ കാണിച്ചു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയും, ഇദ്ദേഹത്തിലൂടെ തന്നെ ഞാൻ അങ്ങേക്ക് ഇത് കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ രാജാവും മന്ത്രിയും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ രാജാജ്ഞയായിട്ട് ഇദ്ദേഹത്തിനെ കൊട്ടാരത്തിലേക്ക് അതിഥിയായിട്ട് വിളിച്ചു. ഏറ്റവും നല്ല ആഹാരം, ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങൾ, ഉറങ്ങാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കിടക്കകൾ അങ്ങനെയൊക്കെ കൊടുത്ത് ഒരു 1-1.5 മാസത്തോളം ഇദ്ദേഹത്തിന് കൊട്ടാരത്തിനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് ജീവിപ്പിച്ചു. കണ്ടാൽ ആ പഴയ കർഷകൻ എന്ന് പറയില്ല, ഏതോ ഒരു ഭയങ്കര പ്രൗഢിയുടെ വലിയൊരു വേറൊരാളായി മാറിയ പോലെയൊക്കെ തോന്നും. ഒരു ദിവസം രാജാവിൻ്റെ അടുത്ത് പറയും, ഇന്ന് നമ്മുടെ പരീക്ഷണത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മന്ത്രി. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് മണൽത്തരികളെ അദ്ദേഹം ഉറങ്ങുന്നതായിരിക്കുന്ന ബെഡിൻ്റെ മേലെ വിരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നൈസായിരിക്കുന്ന ബെഡ്ഷീറ്റ് വിരിച്ച് അയാൾക്ക് കിടക്കാൻ വേണ്ടി മെത്ത ശരിയാക്കി. രാത്രി മുഴുവൻ രാജാവും മന്ത്രിയും ഇയാൾ ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. അന്ന് കല്ലിൻ്റെയും മണ്ണിൻ്റെയും മേലെ സ്വസ്ഥമായി കിടന്നുറങ്ങിയ ഒരാൾ അയാൾക്ക് കിടക്കുമ്പോൾ അവിടെ കുത്തുന്നു, എന്നിട്ട് തട്ടി നോക്കും, പിന്നെ തട്ടി നോക്കും. അങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ രാത്രി ഉറങ്ങാതെ പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് കാണുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? അപ്പം അയാൾ പറയുകയാണ്, എന്തു ചെയ്യാം, ഇന്നലെ എൻ്റെ കിടക്കയിൽ വിരിപ്പിൻ്റെ അടിയിൽ ആരോ കുറച്ച് മണൽ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് തട്ടിക്കളഞ്ഞിട്ടും അവിടെയൊക്കെ ഓരോന്ന് നിന്നു, എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവിൻ്റെ മന്ത്രി ഒന്ന് അർത്ഥവത്തായിട്ട് നോക്കും. അപ്പോൾ ഒരിക്കലും തൻ്റെ പ്രകൃതിയെ ആ അവസ്ഥയിൽ കല്ലിൻ്റെയും മണ്ണിൻ്റെയും മുകളിൽ കിടന്ന് ഉറങ്ങിയ ഒരാൾക്ക് ഇന്ന് കുറച്ച് മണൽത്തരികൾ കുത്തിയപ്പോൾ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ആ പ്രകൃതിയെ മാറ്റിയെടുത്ത് ഈ പ്രകൃതിയിലേക്ക് സെറ്റാക്കി ഇതിൽ ചേർന്ന് കഴിയുമ്പോൾ ആ അവസ്ഥ സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നതാണ്. നമുക്ക് 4 ദിവസം ഒരു സിറ്റുവേഷനിൽ മാറി വേറൊരു സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അതെനിക്ക് അങ്ങനെയല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് രോഗം വന്നു, രോഗത്തെ പേടിക്കുന്നു, ഭയപ്പെടുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാഹചര്യം മാറിയത് കൊണ്ട് ഞാൻ രോഗിയായി പോവും, ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ നിങ്ങൾ ഏത് ക്ലൈമറ്റിലേക്കും സെറ്റാക്കിയെടുക്കാം, ഏത് ജീവിത സാഹചര്യത്തിലേക്കും സെറ്റാക്കിയെടുക്കാം. ഒറ്റ കാര്യമുള്ളൂ, മനസ്സുകൊണ്ട് അതിനെ സ്വീകരിക്കണമെന്ന് മാത്രം. മനസ്സുകൊണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ആ പ്രകൃതി
അതേ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെതായിട്ടുള്ള എല്ലാ രോഗങ്ങളും കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അതേസമയം മനസ്സുകൊണ്ട് പറിച്ചു നട്ടാൽ, മനസ്സുകൊണ്ട് ആ പ്രകൃതിയെ സ്വീകരിച്ചാൽ, സാഹചര്യത്തിന് ഉൾക്കൊണ്ടാൽ വളരെ വേഗം നമ്മുടെ ശരീരം ആ ലെവലിലേക്ക് മാറും. കഠിനാധ്വാനം ചെയ്യണമെങ്കിലും ഓക്കെ ആവും, മറ്റേതെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ഇത് ഓക്കെ ആവും. ഇതിന് സിമ്പിളായിട്ട് അതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആഹാരവും വെള്ളവും അതിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ശാരീരികമായിട്ട് സാഹചര്യങ്ങൾ മാറിയതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത്. 1-2 ദിവസമാണോ നിങ്ങൾക്ക് കഷ്ടമൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ കുറച്ച് ദിവസങ്ങൾ ആ സാഹചര്യത്തിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ മാറി ആ ലെവലിലേക്ക് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നാട് മാറി മറ്റു സ്ഥലത്ത് സെറ്റാക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി മാറി മറ്റൊന്നിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഇതെന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. എന്തും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നേ ഉള്ളൂ. ഇത് ശാരീരികമായിട്ട്. മറ്റൊന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ, ഒരിക്കൽ ഒരു പഞ്ചായത്തിലെ മുഖ്യൻ, അന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് പഞ്ചായത്ത് മുഖ്യന്മാരായിരുന്നല്ലോ ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സർപ്പഞ്ച് ഉണ്ടായിരുന്നു. അയാൾക്ക് എന്തിനും പഞ്ചായത്ത് മുഖ്യനുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും നല്ലതായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരാൾ. അയാളുടെ പ്രസിദ്ധിയൊക്കെ നാട് നീളെ പരന്നു. അന്യഗ്രാമത്തിൽ നിന്ന് ഒരു ദിവസം ഇയാളെടുത്ത് കുറച്ച് സൊല്യൂഷൻ ചോദിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോൾ അയാൾക്ക് മറ്റ് ഗ്രാമത്തിലെ ആളായതുകൊണ്ട് കൃത്യമായിട്ട് ഈ മുഖ്യൻ്റെ വീട് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ചോദിച്ചു പോവാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വന്നു. ആ ഗ്രാമത്തിൽ ആദ്യം കണ്ട 4 ആൾക്കാർ നിലം മുഴുതിങ്ങനെ കൃഷിയിടമൊക്കെ നന്നായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഇയാൾ പോയി ചോദിക്കുകയാണ്, ഇവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കും. നേരെ അങ്ങ് പോയാൽ മതി, അയാളുടെ വീട്ടിലെത്തിക്കോളും. പക്ഷേ അയാൾക്കൊന്നും കേൾക്കാനും കഴിയില്ല, മനസ്സിലാക്കാനും കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അയാളുടെ അടുത്ത് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾക്കാകെ സംശയമായി. അയാൾക്ക് കുറച്ച് ഏജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറ്റാതെ ആയോ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അയാൾ എന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിക്കും. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ത്രീകൾ, ഒരു 4 ലേഡീസ്, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ടായി. അപ്പോൾ അയാൾ അവരുടെ അടുത്ത് പോയി ചോദിക്കും, ഇവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ വീട് ഏതാണെന്നറിയോ? ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു മുന്നോട്ട് പോയാൽ മതിയെന്ന്. കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു, എന്നിട്ട് കാണണില്ല. അതുകൊണ്ട് സംശയം കൊണ്ട് ചോദിക്കുക അവരുടെ വീട് ഏതാണെന്നറിയോ എന്ന്. അപ്പോൾ ഈ 4 പെൺകുട്ടികളും പറയും അതിനൊരു യാതൊരു സംശയവും ഇല്ല, നേരെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾക്ക് ഒന്നും കാണാനും കഴിയില്ല, അയാൾക്കൊരു ദയവും ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ കാണാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾക്ക് പിന്നെയും മനസ്സിൽ വിചാരം, ഇതെന്താ ഇവരും ഇങ്ങനെ പറയുന്നത്, ശരി എന്തായാലും വന്നില്ലേ, ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ഇയാൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ വീടിൻ്റെ മുന്നിലെത്തി. അതിൻ്റെ പടിവാതിൽക്കൽ തന്നെ ഒരു മധ്യവയസ്കയായിട്ടുള്ളൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇതാണോ ഇവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ വീട്? അപ്പോൾ ആ സ്ത്രീ പറയും, അതെ ഇത് തന്നെയാണ് ഗ്രാമമുഖ്യൻ്റെ വീട്, പക്ഷേ അയാൾ മരിച്ചു പോയി കഴിഞ്ഞു, നിങ്ങൾക്കിനിപ്പോൾ അയാളെ കണ്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു പോകും. മരിച്ചു കഴിഞ്ഞുവെങ്കിൽ അറിഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ഇങ്ങനെ വളരെ സാമാന്യമായിട്ട് രീതിയിൽ കുറച്ച് ആളുകൾ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അകത്തുനിന്ന് വെറുതെ പോയി നോക്കട്ടെ എന്ന് കരുതി ഇയാൾ ഈ സ്ത്രീ പറഞ്ഞത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കയറി ചെല്ലും. പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള കസേരയിൽ യാതൊരു കുഴപ്പം കൂടാതെ ആൾ പറയുന്നത് കേൾക്കുകയും അവർക്ക് വേണ്ട സൊല്യൂഷൻ കൊടുത്തുകൊണ്ടുമൊക്കെ ഇയാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമായിപ്പോയി, ഈ നാട്ടിലെ ആളുകൾ ഇയാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മീറ്റ് ചെയ്തപ്പോൾ അയാൾ ആദ്യം ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് കാര്യം അങ്ങോട്ട് ചോദിച്ചറിയാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള 4 പേര് നിലമുഴുന്നുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞത് അങ്ങക്കൊന്നും കേൾക്കൂല്ല, ഒന്നും മനസ്സിലാവൂല്ല എന്നാണ്. പിന്നെ കണ്ട സ്ത്രീകൾ പറഞ്ഞു അങ്ങക്ക് ദയവുമില്ല, ഒന്നും കാണൂല്ല എന്ന് പറഞ്ഞു. ഈ വീട്ടുവാതിൽക്കൽ കണ്ടൊരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീ കണ്ടു. അവർ പറഞ്ഞു താങ്കൾ മരിച്ചുപോയി എന്നും കാണേണ്ട കാര്യം എന്താണെന്നും ചോദിച്ചു. എന്തുകൊണ്ടാണ് താങ്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഇവിടെയുള്ളവർ പറയുന്നത് ചോദിക്കുക. അപ്പോൾ പറയും, കാരണം എൻ്റെ കുടുംബം കുറച്ച് വലുതാണ്, ആ 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ്, അവർ മടിയന്മാരാണ്, അവർ ഒരു കാര്യവും ചെയ്യില്ല, എന്നിലൂടെ കിട്ടിയ സമ്പാദ്യത്തിൽ മാത്രം ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർ പറയുന്ന ഒരു കാര്യം കേൾക്കാറില്ല, രാവിലെ എഴുന്നേറ്റ് നിർബന്ധമായിട്ട് ഞാൻ അവരെ കൃഷിയിടത്തിലേക്ക് പറഞ്ഞു വിടും. അവർ പറഞ്ഞത് ഞാൻ കേൾക്കാത്തത് കൊണ്ട് അവരെനിക്കൊന്നും കേൾക്കൂല, മനസ്സിലാവൂല്ല എന്നവർ പറയുന്നു. നിങ്ങൾ കണ്ടതായിട്ടുള്ള പെൺകുട്ടികൾ തന്നെ 4 ആമക്കളുടെ ഭാര്യമാരാണ്. അവർക്ക് അവരുടെ അച്ഛൻ കൊടുത്തതായിട്ടുള്ള സമ്പത്ത് പോരാ, ആഭരണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നും വീട്ടിൽ പോയിട്ട് സ്വത്ത് ചോദിക്കണം അവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവർ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും അവരുടെ ആവശ്യങ്ങളെ കാണാറുമില്ല, അവർക്ക് വേണ്ടി ഒരു കരുണയും കാണിക്കാറില്ല. എപ്പോഴും ഞാൻ അവരെ വീട്ടിൽ പോകുന്നത് വിലക്കി വെക്കും. കാരണം ആ മാതാപിതാക്കൾക്ക് സ്വൈര്യം കെടുത്താൻ അവർ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞയക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ കരുണയില്ലാത്തവനാണെന്നും കാണാത്തവനാണെന്നും പറയുന്നത്. പിന്നെ നിങ്ങൾ വാതിൽക്കൽ കണ്ടതായിട്ട് വൃദ്ധ, അത് എൻ്റെ പത്നി തന്നെയാണ്. അവരെന്നോട് പറയുന്നു 60 വയസ്സ്
വയസ്സായി, ഇനി സന്യാസിലേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് എന്നും എനിക്ക് സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവളുടെ വാക്കും കേൾക്കുന്നില്ല. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചു കഴിഞ്ഞവനാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തൻ്റെ പ്രശ്നം അവതരിപ്പിക്കാൻ വന്ന ആൾ എനിക്കിനി ഒരു പ്രശ്നങ്ങളും ഇല്ല, എനിക്ക് അങ്ങനെ ചോദ്യം എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നവർ തിരിച്ചു പോവുകയാണ്. കാരണം അവർക്ക് ബോധ്യമായി അവിടെ കൂടിയ എല്ലാവർക്കും ഒരു വീട്ടിലും പ്രശ്നങ്ങളില്ലാത്തതില്ല. ആ പ്രശ്നങ്ങളോട് നമ്മുടെ കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് അവരിങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ മനോഭാവത്തെ പരിവർത്തനം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാത്തിനുള്ളതായിരിക്കുന്ന ഉത്തരം ഉണ്ടാവും. അവരെന്തിനാ എന്നോട് അങ്ങനെ ചെയ്യുന്നത്, ഇവരെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, അവരെന്തിനാ എന്നോട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറുന്നത് ചോദിക്കാൻ തുടങ്ങിയാൽ എന്നും ചോദിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമ്മുടെ കുടുംബത്തിലുള്ളവരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തുള്ളവരാവട്ടെ, ആരും നമ്മളോടൊരു വിധത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സീക്രട്ട് ഉണ്ടാവും. ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിക്കൊണ്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ആ കാര്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ യഥാർത്ഥമായ പ്രശ്നത്തിൻ്റെ പൊരുൾ എന്തെന്ന്, അഥവാ അതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം മറ്റാരെടുത്ത് പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി ഒരു കാഴ്ചക്കാരനെ പോലെ സ്വന്തം ജീവിതത്തെ നിരീക്ഷിക്കാതായിട്ടുള്ള ഒരു അഭ്യാസം കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രോബ്ലത്തിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.